1947 ആരംഭിച്ച ഈ സംഘടന ഇന്ന് 74 വർഷങ്ങൾ പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ബഹുമാന്യനായ അഭിവന്ദ്യ ലോറൻസ് മുക്കുഴിപ്പിതാവ് ഈ കഴിഞ്ഞ 3-ാം തീയതി തലശ്ശേരിയിൽ വെച്ച് ദേശീയ തലത്തിലുള്ള പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ ഈ ഒറ്റത്തെ ഇടവകയിൽ, നമ്മുടെ ശാഖയിൽ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷങ്ങൾക്ക് ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൊച്ചു മിഷണറിമാരോ ആയി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മളിൽ അർപ്പിതമായിട്ടുള്ള മിഷൻ ലീഗിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായിട്ട് കൊച്ചു മിഷണറിമാരായിട്ട് ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉത്തമ ബോധ്യത്തോടു കൂടി നല്ല മിഷണറിമാരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ മിഷൻ ഞായറായിട്ട് ആചരിക്കുന്ന ഈ ദിവസത്തില് ലോകത്തിന്റെ വിവിധ മേഖലകളില്, വിവിധ കോണുകളിൽ മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മിഷണറിമാരായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും കർമ്മ മേഖലയിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുവാനായിട്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം. 1947 ഒക്ടോബർ 3-ാം തീയതി ഒരു 7 പേർ തെളിയിച്ച മൺചിരാത് ഇന്ന് ഏകദേശം 17 ലക്ഷത്തോളം ആൾക്കാരിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടനയായി മിഷനിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായി, ആത്മീയ സംഘടനയായി ഇന്ന് മിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് മിഷൻ ലീഗ് ശാഖോപശാഖകളായിട്ട് ഒരു വലിയ വൻ വൃക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നത്തെ പ്രത്യേകത നമുക്കറിയാം, മിഷൻ സൺഡേയാണ്. നമ്മുടെ ഓർമ്മകൾ 2 വർഷം മുമ്പ്, കൊറോണ വരുന്നതിന് മുമ്പ് ഉള്ള ഓർമ്മകൾ നമുക്കറിയാം. വീടുകൾ കയറി നമ്മളെ പുണ്യപ്രവൃത്തിയായ സഹനങ്ങളുടെ കൂടെ എന്ത് ചെയ്യാം, നമ്മൾ വീടുകൾ കയറി സാധനങ്ങൾ കളക്ട് ചെയ്ത് നമുക്ക് ഓർമ്മയെടുക്കാം അല്ലെ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന മിഷൻ സൺഡേകളൊക്കെ കടന്നു പോയിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു തുടക്കമാകട്ടെ. ഈ വർഷം ഇനി വരുന്ന നാടുകളെല്ലാം ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മിഷൻ ലീഗിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ അതുപോലെ തന്നെ മിഷൻ സൺഡേയുടെ ആശംസകൾ നേർന്നു. ജയ് മിഷൻ ലീഗ്. ഇവിടെ ഈ തെളിക്കപ്പെട്ട ദീപം തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. 75 വർഷങ്ങൾക്ക് മുമ്പ് ചെറുതായി കത്തിയ ആ ദീപം ഇന്ന് വലിയ പ്രകാശനാളമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും ഒരു ചെറിയ വിശ്വാസ തീക്ഷ്ണത ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി ജീവിതം സമർപ്പിക്കാനായിട്ട്, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി നല്ല മിഷണറിമാരായി തീരുവാനായിട്ടുള്ള ആഗ്രഹം ഈ മിഷൻ ലീഗ് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സിബിൻ സാർ, ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന സിബിൻ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മേഖലയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒറ്റത്തൈ ശാഖയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. നമ്മുടെ ശാഖയിൽ നിന്നും മേഖലയിലേക്ക് ഒരു ഭാരവാഹിത്വം വഹിക്കാനായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സാറിനെ അനുസ്മരിക്കുകയാണ്. സാറിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഒറ്റത്തൈ ശാഖയുടെ പേര് ഫൊറോനയിലും അതിരൂപതയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരാനിടയാകട്ടെ. ഞങ്ങളുടെ സന്തോഷം സാറിന് ഈ സ്ഥാനം ലഭിച്ചതിലൂടെയുള്ള ഞങ്ങളുടെ ഒറ്റത്തൈ ശാഖയുടെ മിഷൻ ലീഗിൻ്റെ പ്രവർത്തകരുടെ സന്തോഷം
ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അതിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയും ചെയ്യുകയാണ്. ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മിഷലി, ജയ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാനും നിങ്ങളും ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ദാനമായി ഭൂമിയിൽ നൽകിയ ജീവിതം ഏറ്റവും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയുടെ യഥാർത്ഥമായിട്ടുള്ള ആദർശം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് ഉറപ്പു നൽകുകയാണ്. നിങ്ങൾ സഭയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അനീഷസിനടക്കം, ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് അടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളില് വളരെ തീഷ്ണതയോടുകൂടി യേശുവിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ചെറുപ്പകാലത്ത് ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള തീഷ്ണതയും അനുഭവമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇത് തന്നെയാണ് വിവിധ സംഘടനയിൽ നിന്നും ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയെ വ്യത്യസ്തമാക്കുന്നത്. ഈ മിഷൻ ലീഗ് എന്ന സംഘടനയിൽ കുറെ കാലം അതിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുവാന് ഭാഗ്യം ലഭിച്ച ഒരാളും കൂടിയാണ് ഞാൻ. 1992 മുതൽ കുറെ വർഷക്കാലം ആലക്കോട് ഫൊറാനയുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യാൻ സാധിച്ചു. അന്ന് ആലക്കോട് ഫൊറാന ഇന്ന് കാണുന്ന പോലല്ല, ജോസ്ഗിരി മുതൽ അങ്ങ് ബാലേശ്വരി വരെയുള്ള പള്ളികളെല്ലാം ആലക്കോട് ഫൊറാനയുടെ ഭാഗമായിരുന്നു. വിസ്തൃതമായ ഈ പള്ളികളിലൂടെയെല്ലാം അക്കാലഘട്ടത്തിൽ മിഷൻ ലീഗിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഓരോ വർഷവും പല സമയത്ത് സന്ദർശിക്കുവാനും ക്ലാസുകൾ എടുക്കുവാനും ഒക്കെ പോകുവാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അന്നത്തെ മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് എനിക്കിവിടെ നിന്ന് 2 വാക്ക് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ പ്രവർത്തനങ്ങൾ എന്നെ അതിന് വളരെയധികം സഹായിച്ചു എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം മിഷൻ ലീഗ് എന്ന സംഘടനയോട് എന്നെ വളർത്തിയ ഒത്തിരി അച്ഛന്മാര്, അതിന്റെ ഭാരവാഹികൾ എല്ലാം ഉണ്ട്. കാരണം അവർ വളർത്തിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഇന്നൊരു കൊച്ചു കഥയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരിക്കൽ ഒരു കുട്ടിയോട് അവളുടെ ടീച്ചർ ചോദിച്ചു, നീ ഒഴിവു സമയങ്ങളിൽ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ കട്ടിലിന് അരികിൽ പോകും, കട്ടിലിൽ മറിയില്ല, ഞാൻ അവിടെ ഒളിച്ചിരിക്കും, എന്നിട്ട് നല്ല ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ആലോചിക്കും. അവളുടെ മറുപടി കേട്ട് ആ അധ്യാപിക പൊട്ടിച്ചിരിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? ഇത്തരം ഉത്തരം പറയാൻ അവൾക്ക് പ്രായവും വലുപ്പവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൾ
അവൾ തനിച്ചിരുന്ന് സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കും. മീൻ പിടിക്കാൻ അപ്പച്ചൻ്റെ കൂടെ പോകുമ്പോഴും അവൾ അവിടെ ഇരുന്ന് സ്വർഗത്തെ സ്വപ്നം കണ്ടു. നമ്മളിൽ ആർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക? ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നവർക്കും ഈശോ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നവർക്കും അവിടുത്തെ കാണാൻ പറ്റും. ഒത്തിരി നല്ല ഓർമ്മകൾ തരുന്ന ഒരു ദിവസത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു, വിജയസാറൊക്കെ പഴയ വിശ്ലീക പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർത്തുപോയി. ഈ റോഡിലൂടെ ആലക്കോട് ഫൊറാനയിൽ റാലികൾ സംഘടിപ്പിക്കും വളരെ തീഷ്ണതയോടുകൂടി ജയ് വിളിച്ച് ഇതിൽ കടന്നുപോയത് ഓർക്കുകയാണ്. അപ്പോൾ എൻ്റെ ദൈവവിളിയുടെ പിന്നിലും വിശ്ലീക എന്ന സംഘടനയാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. കുഞ്ഞു മിഷണറിമാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈശോയുടെ സ്നേഹം ആരുടെ മുമ്പിലും എവിടെയും എപ്പോഴും പ്രഘോഷിക്കാനുള്ള പറയാനുള്ള ഒരു ആത്മധൈര്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്കും അഭിമാനിക്കാം. ഞാനൊരു മിഷണറിയാണ്, ഒരു മിഷൻ സ്പിരിറ്റ് എനിക്കും ഉണ്ടെന്ന്. നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു പ്രാർത്ഥനയും പ്ലാറ്റിനം ജൂബിലി അനുസ്മരിക്കുന്ന പ്ലാറ്റിനം ജൂബിലിയുടെ തിരിയും നിങ്ങൾക്കിപ്പോൾ നൽകുകയാണ്. അത് നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടോ പ്രാർത്ഥനയ്ക്ക് ശേഷമോ ആ തിരി കത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് ശരീരങ്ങളായ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. Mission League, Jai 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 Mission League. അവർണ്ണനീയമായ അങ്ങേ ദാനങ്ങൾക്കും വിശിഷ്യ ഞങ്ങളുടെയും സർവജനത്തിൻ്റെയും രക്ഷകനായി അങ്ങേ പ്രിയപുത്രനായ ഈശോ മിശിഹായെ നൽകിയ അനന്തകാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ തിരുസഭയെ അങ്ങ് ബലമേൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുവാൻ ചെറുപുഷ്പം മിഷൻ ലീഗിലൂടെ അനേകായിരങ്ങൾക്ക് അവസരം നൽകിയ ദൈവമേ, പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന മിഷൻ ലീഗിനെയും അതിന് നേതൃത്വം നൽകുന്നവരെയും എല്ലാ മിഷണറിമാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നവമായ അഭിഷേകത്താൽ ജൂബിലി വർഷത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ധാരാളം നല്ല ദൈവവിളികൾ നൽകി തിരുസഭയെ സമ്പന്നമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻ ലീഗ് എന്ന സംഘടന ഓരോരുത്തരെയും സ്വയം വളർത്താനും വളരുവാനും ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നിയേക്കാം, എങ്ങനെയാണ് മിഷൻ ലീഗ് എന്ന സംഘടന നമ്മളെ വളർത്തിയത് എന്ന്. അതിന് ഉത്തരമായി ഞാൻ പറയും, സെൽഫ് സഫിഷ്യൻസി അഥവാ സ്വയം പര്യാപ്തത എന്നതിൻ്റെ ആദ്യ പാഠം നമ്മളെ പഠിപ്പിച്ചത് മിഷൻ ലീഗ് എന്ന സംഘടനയാണെന്ന്. അതിനൊരു ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ എല്ലാ വർഷവും മിഷൻ സൺഡേ പിരിവിന് പോവാറുണ്ട് അല്ലെ. കുട്ടികൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഓരോ വാർഡുകളിലേക്ക് നമ്മൾ മിഷൻ പിരിവിന് പോവാറുണ്ട്. ആ പിരിവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും
എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും നമ്മളാണ്, അല്ലേ? നമുക്ക് സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിലെ മിഷൻ ലീഗ് എന്നൊരു സംഘടന നമുക്കൊരു അവസരം തരികയാണ്. അങ്ങനെ നമ്മളെ അറിയാതെ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടും നമ്മളെ വളർത്തിയ ഒരു സംഘടനയാണ് മിഷൻ ലീഗ്. പ്ലാറ്റിനം ജൂബിലിയുടെയും അതുപോലെ തന്നെ മിഷൻ ഞായറുടെയും എല്ലാവിധ പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.
നമ്മെ ഏറെ സ്നേഹിക്കുന്ന കേരളത്തിൽ തന്നെ പ്രേക്ഷിത മുഖമായി മാറിയ ചെറുപുഷ്പ മുസ്ലിം എന്ന കൊച്ചു സംഘടന അതിന്റെ 74 പ്രവർത്തന വർഷത്തിനു ശേഷം 75-ാം വർഷത്തിലേക്ക് അഥവാ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. 1947 ഒക്ടോബർ 3-ാം തീയതി സ്ഥാപക നേതാവായ ശ്രീ അബ്രാഹം പലാട്ടുകനീലിന്റെയും സ്ഥാപക ഡയറക്ടറായ മാലിപ്പറമ്പിൽ അച്ഛന്റെയും നേതൃത്വത്തിൽ വളരെ ലളിതമായി ആരംഭിച്ച ഈ കൊച്ചു സംഘടന ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ സംഘടനയായി മാറിയിരിക്കുകയാണല്ലോ. ധാരാളം അൽമായ പ്രേക്ഷിതരെയും അതുപോലെ തന്നെ വൈദികരെയും സന്യാസിനികളെയും എല്ലാം പ്രദാനം ചെയ്ത ഈ കൊച്ചു സംഘടനയിൽ അംഗങ്ങളും പ്രവർത്തനവുമായി നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു നിമിഷം തന്നെയാണിത്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവ കൈമുതലാക്കി വളർന്ന് പ്ലാറ്റിനം ജൂബിലിയിൽ എത്തി നിൽക്കുന്ന മിഷൻ ലീഗ് സംഘടനയുടെ എല്ലാ അംഗങ്ങൾക്കും 1000 മംഗളങ്ങൾ ആദ്യമായി തന്നെ ഞാൻ നേരുന്നു. ഞാനിവിടെ നിൽക്കുക നന്ദി പറയുക എന്ന കർത്തവ്യവുമായാണ്. ആദ്യമായി തന്നെ ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച മിഷൻ ലീഗ് ആലക്കോട് മേഖലയുടെ സെക്രട്ടറിയും നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായ സിബിൻ സാറിന് ഒറ്റത്തെ മിഷൻ ലീഗ് സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയുക പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വികാരി അച്ഛനോടാണ്. ഈ പരിപാടി വിജയകരമാക്കാൻ മുന്നിൽ നിന്ന് പരിശ്രമിക്കുകയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരികയും ചെയ്ത സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി മിഷൻ ലീഗ് സംഘടനയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അടുത്തതായി ഇന്നീ വേദിയിൽ സ്വാഗതം ആശംസിച്ച സോണി സാറിനും മുഖ്യ പ്രഭാഷണം നടത്തിയ ബിജു സാറിനും ഏവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. പ്ലാറ്റിനം ജൂബിലിയുടെ ഈ സദസ്സിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച ജീന ടീച്ചറിനും സോണിയയ്ക്കും മധുരനും സണ്ണി സാറിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് നമ്മളെ ഏവരെയും സന്തോഷിപ്പിച്ച എല്ലാ കൊച്ചു കലാകാരന്മാർക്കും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടി വിജയകരമാക്കി തീർക്കാൻ പരിശ്രമിച്ച എല്ലാ മതാധ്യാപകർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്കേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് മിഷൻ ലീഗ്.